everyone, welcome to part 3 of the question paper discussion. നമ്മളവിടെ HSEE Humanities and Social Sciences Entrance Examinationൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ദിസ് ഇസ് ദ പാർട്ട് 3 ഓഫ് ദാറ്റ് ഡിസ്കഷൻ. ബൈ നൗ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോയിങ് ത്രൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട അടുത്ത പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. Okay, question number 24. Identify the most appropriate antonym of the word untrammeled from the given options. So, antonym ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് and the word is untrammeled. Options എന്തൊക്കെയാണ്? A. Not hampered. B. Not restricted by something. C. Restricted. D. Unyielding. ഇതിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. സി നോട്ട് ഹാമ്പേർഡ് ആൻഡ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ സംതിങ് ഏകദേശം സെയിം മീനിങ് ആണ്. ദീസ് ആർ സിനോണിംസ്. അപ്പോൾ അത് ഇതിൻ്റെയും സിനോണിം ആയിട്ടാണ് വരുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റെസ്ട്രിക്റ്റഡ്. അൺട്രാമൽഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റെസ്ട്രിക്റ്റഡ്. അൺയീൽഡിങ് ഇസ് വേറെ മീനിങ് ആണ്. നോട്ട് വില്ലിങ് ടു give up എന്നുള്ള രീതിയിൽ. So that brings us to the answer restricted. Option C, restricted is the answer. You have to understand that ഈ antonym synonym questions എല്ലാം purely based on the candidate's vocabulary knowledge ആണ്. ഇതിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ടിപ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ബിക്കോസ് ഓൾ യു ഹാവ് ടു ഡു ഇസ് ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. ഒത്തിരി പുതിയ പുതിയ വേർഡ്സ് മനസ്സിലാക്കി വയ്ക്കുക, പഠിച്ചു വയ്ക്കുക, കേട്ട് ഫെമിലിയറൈസ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ നിങ്ങളുടെ വേർഡ് നോളജ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് സ്ട്രോങ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, and unless and until you are not sure, please don't answer the questions and waste your marks. Okay. Now, question number 25. Which of the following words could be the antonym of the word nefarious? Nefarious എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റോണിം ഏതായിരിക്കാം? A. Villainous. B. Virtuous. C. Officious. D. Facetious. Okay. Nefarious എന്ന് പറഞ്ഞാൽ വിക്കഡ് എന്നർത്ഥം. വിക്കഡ് എന്നാണ് അർത്ഥം. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വില്ലേനിയസ് ഇസ് അഗെയിൻ സംതിങ് ഓഫ് എ സോർട്ട് ഓഫ് വിക്കഡ്നെസ്. വെർച്വസ് ആണ് ഇതിൻ്റെ ഒരു ഗുഡ് മോറൽ എന്നൊക്കെ ഉള്ള ഒരർത്ഥം വരുന്നത്. സോ ദിസ് കുഡ് ബി ദി ആൻസർ. ആൻഡ് ഒഫീഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡോമിനേറ്റിംഗ്, അതോറിറ്റേറ്റീവ് എന്നുള്ള അർത്ഥം വരുന്നതാണ്. ആൻഡ് ഫെസീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനെ വളരെ ട്രിവിയൽ ആയിട്ട് ഹ്യൂമറസ് ആയിട്ട് കാണുന്ന ഒരു രീതിനെയാണ് നമ്മൾ ഫെസീഷ്യസ് എന്ന് പറയുന്നത്. സോ ദി ഓപ്പോസിറ്റ് ഓഫ് നെഫേരിയസ് ഇസ് നത്തിങ് ബട്ട് വെർച്വസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26. Identify the sentence with the correct article usage from the given options. കറക്റ്റ് ആയിട്ട് ആർട്ടിക്കിൾസ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാനാണ്. സോ യു ഹാവ് ടു ബി തറോ വിത്ത് ദ ആർട്ടിക്കിൾസ്. എന്തൊക്കെയാണ് ആർട്ടിക്കിൾസ്? നമുക്ക് 3 ആർട്ടിക്കിൾസ് ഉണ്ട്, എ ആൻഡ് ദ. അതിൽ 2 ടൈപ്പാണ് വരുന്നത്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും, ദ ഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ്. അപ്പം നമുക്ക് നോക്കാം. എ. He was elected a chairman of the municipality corporation. B. His father is an European whereas mother an Indian. C. Could you please give me an 1 rupee note? D. That Mr. Sharma whom you met last night is my uncle. ഇതിൽ he was elected a chairman is wrong. The chairman, കാരണം it's referring to a particular position. അവിടെ the ആണ് വരേണ്ടത്. Then his father is an European. An European അല്ല, is a European. ആൻഡ് വരുന്നത് വവൽ സൗണ്ട്സിനെ ഫോളോ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വവൽ സൗണ്ട്സിനെ പ്രിസീഡ് ചെയ്തിട്ടാണ്. പക്ഷെ യൂറോപ്യൻ എന്ന് പറയുന്നത് യ സൗണ്ട് ആണ്, വിച്ച് ഇസ് നോട്ട് എ വവൽ സൗണ്ട്, ഇറ്റ്സ് എ കോൺസണന്റ് സൗണ്ട്. അതുകൊണ്ട് തന്നെ എ യൂറോപ്യൻ വേറാസ് മദർ ആൻഡ് ഇന്ത്യൻ എന്നേ വരത്തുള്ളൂ. സോ ഇത് രണ്ടും അല്ല. Then could you please give me an 1 rupee note? An അല്ല, ഇവിടെ again a ആണ് വരേണ്ടത്, because ഇത് is not a vowel sound. 1 is not a vowel sound, it's a consonant sound. V is a consonant sound. അതുകൊണ്ട് അതും അല്ല. Now question option D.
The Mr. Sharma whom you met last night is my uncle. ഇവിടെ the വരുന്ന എന്തുകൊണ്ടാണ്? It's referring to the Mr. Sharma whom you met last night. ആ particular ശർമ്മേനെയാണ് ഉദ്ദേശിക്കുന്നത്. So അത് correct ആണ്. And so option D is the answer. The Mr. Sharma whom you met last night is my uncle is the right answer. Okay. Question number 27. Identify the dramatic convention in which a character who is alone on stage speaks his or her thoughts. നമുക്ക് ഡ്രാമയിൽ കുറേ കൺവെൻഷൻസ് ഉണ്ട്, കുറേ വേർഡ്സ് ഉണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഡ്രാമാറ്റിക് കൺവെൻഷൻ കോൾഡ് വെൻ ഒരു ക്യാരക്ടർ ഒറ്റയ്ക്ക് നിന്ന് ആളുടെ മനസ്സിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് എന്താണ് നമ്മൾ പറയുന്നത്? എ സോളിലോക്കി, ബി സോബ്രിക്കെ, സി സെറൻഡിപ്പിറ്റി, ഡി റാപ്സഡി. താഴെ നോക്കാം. റാപ്സഡി എന്താണ്? റാപ്സഡി എന്ന് പറഞ്ഞാൽ ഒരു എപ്പിക് പോയമാണ്. കുറച്ച് നീളമുള്ള നമ്മുടെ റിസൈറ്റ് ചെയ്യുന്ന പോയത്തിനെയാണ് നമ്മൾ റാപ്സഡി എന്ന് പറയുന്നത്. ആൻഡ് സെറൻഡിപ്പിറ്റി ഈസ് ദ സഡൻ ടേൺ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ആ ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ് ഇസ് ബെനിഫിഷ്യൽ. സോ ആ ബെനിഫിഷ്യൽ ടേൺ ഓഫ് ഇവൻറ്റ്സ് ആണ് സെറൻഡിപ്പിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സോബ്രിക്കെ മീൻസ് നിക് നെയിംസ്. ഓക്കെ. ദെൻ സോളിലോക്കിയാണ് എന്ത്? ഒറ്റയ്ക്ക് നിന്ന്. സോളി മീൻസ് അലോൺ. ഒറ്റയ്ക്ക് നിന്ന് പറയുന്നതിനെയാണ് സോളിലോക്കി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓപ്ഷൻ എ. ഡ്രാമാറ്റിക് കൺവെൻഷൻ ഇൻ വിച്ച് എ ക്യാരക്ടർ ഹൂ ഇസ് അലോൺ ഓൺ സ്റ്റേജ് സ്പീക്സ് ഹിസ് ഓർ ഹെർ തോട്ട്സ് ഇസ് സോളിലോക്കി. ഓക്കെ. Question number 28. Some say that his downfall was caused by his hubris. Identify the most appropriate synonym to replace the underlined word. Hubris എന്ന് പറയുന്നത് ഒരു ട്രാജിക് ഫ്ലോ ആണ്. നമ്മൾ പിന്നെ ട്രാജഡി ഒക്കെ പഠിക്കുമ്പോൾ പറയുന്നതാണ്. Hubris means pride. Okay, hubris means pride. So pride is the answer. Literature students must be very familiar with the term hubris. Hubris നമ്മൾ എപ്പോഴും ട്രാജിക് ഫ്ലോ പറയുന്നതാണ്. എന്താണ് ഹാംലെറ്റിൻ്റെ ട്രാജിക് ഫ്ലോ? ഇറ്റ്സ് പ്രോകാസ്റ്റിനേഷൻ. അങ്ങനെ കുറേ ട്രാജിക് ഫ്ലോസ് ഉണ്ട്. അതിലൊന്നാണ് ഹ്യൂബ്രിസ് എന്ന് പറയുന്നത്. ഓക്കെ. Question number 29. Change the voice of the following sentence from active to passive. They laughed at his warnings and objected to all his proposals. സോ സെൻറ്റൻസിനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സെൻറ്റൻസ് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ വേർബ് ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഓക്കെ. അതായത് ദ വേർബ് ഷുഡ് ആൻസർ വാട്ട്, വെൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദ ക്വസ്റ്റ്യൻ ഇസ് they laughed at his warnings and objected to all his proposals. ഇതിൻ്റെ പാസീവ് ഫോം നോക്കണം. His proposals were objected to and everybody laughed at him. His warnings were laughed at and all his proposals were objected to. His warnings were laughed at and all his proposals were objected against. His proposals were objected and warnings laughed at. ഓപ്ഷൻ എ നോക്കുവാണെങ്കിൽ വാർണിങ്സിനെ പറ്റി പറയുന്നില്ല, സോ അതില്ല. വി ഒബ്ജെക്ട് ടു സംതിങ് ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ്, അതുകൊണ്ട് തന്നെ സി ഇല്ല. His proposals were objected to ഇല്ലാത്തതുകൊണ്ട് ഇതും ഇല്ല. സോ ഓപ്ഷൻ ബി is the answer. His warnings were laughed at and all his proposals were objected to. That is the correct answer. Okay. When sentences change from active to passive, normal order ആയിട്ടുള്ള സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഓർഡർ തിരിയും കേട്ടോ. ഓബ്ജക്റ്റ് ആയിരിക്കും ആദ്യം വരുന്നത്. അങ്ങനെ വന്നിട്ടാണ് ഈ പാസീവ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് ക്യാപ്ചേഴ്സ് ദി എസെൻസ് ഓഫ് ദ വേർഡ് അഗ്രഷൻ. അഗ്രഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ എസെൻസ് ക്യാപ്ചർ ചെയ്യുന്ന വേർഡ് ഏതാണ്? എ ഫ്ലാഗ്രന്റ്, ബി എഫൽജന്റ്, സി ട്രൂക്കുലന്റ്, ഡി ട്രെഞ്ചന്റ്. ഫ്ലാഗ്രന്റ് മീൻസ് എവിഡൻറ്റ്. Effulgent means radiant and trenchant means cutting. അഗ്രഷനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വേർഡ് ട്രൂക്കുലൻ്റ് ആണ്. ട്രൂക്കുലൻ്റ് ഇസ് ഷോയിങ് സം കൈൻഡ് ഓഫ് അഗ്രഷൻ. അതിനെയാണ് ട്രൂക്കുലൻ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. ട്രൂക്കുലൻ്റ്. അഗ്രഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? ട്രൂക്കുലൻ്റ്. ബാക്കി വേർഡ്സിൻ്റെ മീനിങ്സും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. Question number 31. Choose the correct alternative from the options to fill in the blank. Options,
ബ്ലാങ്ക് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഡ് യു തിങ്ക് യു ഡാഷ് മീ സംവെയർ ബിഫോർ? ഡിഡ് യു തിങ്ക് യു ഡാഷ് മീ സംവെയർ ബിഫോർ? എ ഹാവ് സീൻ, ബി ഹാഡ് സീൻ, സി ഹാഡ് ബീൻ സീയിങ്, ഡി വിൽ ഹാവ് സീൻ. ഡിഡ് യു തിങ്ക് യു എന്ത് വരും? ശരിക്കും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിഡിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും പാസ്റ്റോ ഫ്യൂച്ചറോ ടെൻസ് ഉപയോഗിക്കില്ല. സോ ദാറ്റ് എലിമിനേറ്റ്സ് ദീസ് ഓപ്ഷൻസ്. ഇറ്റ്സ് ഡിഡ് യു തിങ്ക് യു ഹാവ് സീൻ മീ ബിഫോർ. ഇതാണ് ആൻസർ, ഹാവ് സീൻ. ഓക്കെ, ഡിഡിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും ഉപയോഗിക്കാറില്ല. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 32. Fill in the blanks with correct alternative. Unless we dash now, we can't be on time. Unless we dash now, we can't be on time. Will start, start, started, have started. Pretty easy question. എന്താണ്? Unless we start now, we can't be on time. ഇതൊരു പ്രസൻറ്റ് ടെൻസിൽ വരുന്ന സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. അൺലെസ് വി സ്റ്റാർട്ട് നൗ വി കാൺ ബി ഓൺ ടൈം. അതേ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ടാണ് പാസ്റ്റ് ഉപയോഗിക്കാത്തത്. നോർമലി കണ്ടീഷനിൽ നമ്മൾ ഇഫ് ഐ വെയർ ഐ വുഡ് എന്നുള്ള രീതിയാണ് കണ്ടീഷണൽ പറയുന്നത്. ഇവിടെ സീറോ കണ്ടീഷണൽ ആയതുകൊണ്ട് അൺലെസ് വി സ്റ്റാർട്ട് നൗ വി കാൺ ബി ഓൺ ടൈം. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, നൗ question number 33. Life is what it is about. I want no truck with death. Which of the given options captures the meaning of the underlined phrase? No truck with an underlined phrase. A, the refusal to associate with. B, the desire to become one with. C, enmity with. D, friendliness with. No truck with എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ no association എന്നാണ് അർത്ഥം വരുന്നത്. Actually, this term is from a very famous poem by Pablo Neruda. This quote is from Life is what it is about. I want no truck with death. So, no association. So, answer is option A, the refusal to associate with. So, that is the answer. Okay. Now, question number 34. His obsequious nature was very evident to everyone. His obsequious nature was very evident to everyone. In the sentence, the word obsequious means dash. Obsequious ന്റെ അർത്ഥം എന്താണ്? A, amicable, B, servile, C, hostile, D, superficial. Obsequious എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ obedient എന്നുള്ള അർത്ഥമാണ് വരുന്നത്. Amicable is friendly. Servile is again obedient. Hostile, superficial. അറിയാലോ, hostile is not that welcoming. Superficial is അത്രയും ഇൻവോൾവ് അല്ലാത്തത് എന്നുള്ള അർത്ഥം. വെരി പ്ലെയിൻ അല്ലെങ്കിൽ വെരി ഔട്ട്സൈഡി അങ്ങനത്തെ ഒരു സംഭവമാണ് സൂപ്പർഫിഷ്യൽ. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഒബ്സീക്വസ് മീൻസ് സെർവൈൽ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 35. From what source shall I, as a partial layman in the realm of pedagogy, derive courage to expound opinions with no foundations except personal experience and personal conviction? The word pedagogy here means. Pedagogy എന്താണ്? Pedagogy normally അറിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. A, the study of teaching methods. B, the study of philosophy. C, the study of psychological aspects. D, the study of rhetoric. എന്താണ് pedagogy? നമ്മൾ B.Ed ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന സംഭവമാണ് പെഡഗോജി. എന്താണ് അപ്പോൾ? ദ സ്റ്റഡി ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. ഇതാ നമ്മുടെ ഈ എക്സ്ട്രാക്റ്റ് വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റും പെഡഗോജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഐ മീൻ ദ ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന്. സോ പെഡഗോജി മീൻസ് ദ സ്റ്റഡി ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 36, which is the last one from the lot. He behaved as if dash. He behaved as if dash. Choose the most appropriate option and fill in the blanks. A, he was angry. B, he had been angry. C, he has been angry. D, he were angry. If വരുന്നത് കണ്ടീഷണൽ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റൻസസിനാണ്. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് എപ്പോഴും എന്താണ് ഉപയോഗിക്കുന്നത്? വേർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹി ബിഹേവ്ഡ് ആസ് ഇഫ് ഹി വേർ ആംഗ്രി ആണ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. Okay, so this brings us to the end of the discussion. I hope now you have a clear cut idea about ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് HSEക്ക്
HSEEക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. സോ നിങ്ങൾ എപ്പോഴും പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ചെക്ക് ഓൺ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് Prepwise ആൻഡ് ജോയിൻ Prepwise. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കണക്ട് വിത്ത് ദെം. We'll be there to guide you and assist you in every possible way. So this was the concluding part of the discussion of HSEE question paper 2020. ഇനിയും നമുക്ക് question papers ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. And I'll be back with yet another video. Till then, bye and thank you.